എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇവിടെ ചേട്ടനോട്. കാരണം ഇവിടെ വെച്ച് ചോദിച്ചാലേ അതിന് കറക്റ്റ് മറുപടി പറയത്തുള്ളൂ. നമസ്കാരം. മഴവിൽ മനോരമ ചാനലിൽ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്നൊരു പരിപാടിയുണ്ട്. അതിന്റെ 1-2 എപ്പിസോഡുകളുടെ അവിടെയും ഇവിടെയും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ആ പരിപാടിയെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ ഞാനില്ല. എന്താണെങ്കിലും ഒരു ഹാസ്യ പരിപാടിയാണ്. ആ സ്റ്റേജിൽ വന്നു നിന്ന് ഒരാൾ രസകരമായിട്ട് സംസാരിക്കും, തമാശയൊക്കെ പറയും, അത് കേട്ട് കുറെ ആളുകൾ അവിടെ നിന്ന് ചിരിക്കും. ഏതായാലും കഴിഞ്ഞ ദിവസം ഒരു എപ്പിസോഡ് ഇങ്ങനെ വൈറലായി പോകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട് ഒരു എപ്പിസോഡിന്റെ കുറച്ച് ഭാഗങ്ങൾ. ഒരു മനുഷ്യൻ, ഒരു യുവാവാണ്, അദ്ദേഹം ഒരു പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് അവിടെ ാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ പറ്റി ഇവരൊക്കെ സംസാരിച്ചതിന് ശേഷം ഈ പെർഫോം ചെയ്ത ആളുടെ ഭാര്യ അവിടെ ഇരുന്ന് കാണുന്നുണ്ട്, ഓഡിയൻസിന്റെ കൂട്ടത്തിലുണ്ട്. അപ്പൊ ഭാര്യ മൈക്കിലൂടെ കുറച്ച് കാര്യങ്ങൾ ഭർത്താവിനോട് ചോദിക്കുകയാണ്. എനിക്ക് ഇവിടെ നിന്ന് ചോദിച്ചാലേ, ഈ ഒരു ഫ്ലോറിൽ ഇരുന്ന് ചോദിച്ചാലേ സത്യം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഭർത്താവിനോട് വളരെ സ്വകാര്യമായിട്ട്, സ്വകാര്യതയിൽ ചോദിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്വന്തം ഉള്ളിൽ ഭർത്താവിനെ കുറിച്ചുള്ള ആശങ്കകളൊക്കെ പൊതുജനങ്ങൾക്ക് മുന്നിൽ മൈക്കിലൂടെ ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് ചോദിക്കാൻ തയ്യാറാകുകയാണ്, ഒരുമ്പെടുകയാണ് ആ ഭാര്യ. ഭാര്യ ആര്യ എന്നാണ് എന്റെ പേര് സേവ് ചെയ്തിരിക്കുന്നത്. ഭാര്യ ആര്യ എന്ന് പറയുമ്പോൾ വേറെ വല്ല ഭാര്യമാര് നിലവിലുണ്ട്? എന്റെ പേര് സേവ് ചെയ്തിരിക്കുന്നത് ഭാര്യ ആര്യ എന്നാണ്. അപ്പൊ വേറെ ഭാര്യമാര് വല്ലതുമുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഭർത്താവിന്റെ ഷർട്ടിൽ നിന്ന് നീണ്ട മുടിയിഴകളൊക്കെ കിട്ടാറുണ്ട്. കണ്ടക്ടറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. എങ്ങനെയാണ് ആ മുടിയിഴകൾ വരുന്നത്? ഭർത്താവിനാണെങ്കിൽ മുടിയില്ല. ഞാൻ യൂണിഫോം കഴിക്കപ്പെടും 3-4 നീളമുള്ള മുടിയിഴകളാണ്. പിന്നെ പല പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾക്കും ഒക്കെ പോകുമ്പോൾ പണ്ട് കൂടെ പഠിച്ചിരുന്ന ആളുകൾക്കൊക്കെ ചോറ് വാരി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. എനിക്കിതുവരെ ഒന്നും ചോറ് വാരി തന്നിട്ടില്ല. തുടങ്ങി ഭാര്യയും ഭർത്താവും മാത്രമുള്ള സമയത്ത് അവർ തമ്മിൽ സംസാരിക്കേണ്ട ചില കാര്യങ്ങൾ പബ്ലിക്കായിട്ട് പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ, ഇതിനൊക്കെ മറുപടി പറയുന്ന സമയത്ത് ആ ഭർത്താവിന്റെ മുഖം മാറുന്നത് വ്യക്തമാണ്. അയാൾ തന്നെ അന്തം വിട്ട് എന്ത് പറയണം, എന്താണ് ഇവളിങ്ങനെ ചോദിക്കുന്നത് എന്നൊരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടാണ് മറുപടി പറയുന്നത്. അങ്ങേയറ്റം രൂക്ഷമായിട്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഈ സ്ത്രീയെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും ഈ സ്ത്രീയെ വിമർശിക്കാൻ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. പല പ്രശ്നങ്ങളും തുടങ്ങുന്നത് ഇങ്ങനെ തന്നെയാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ മാത്രം സംസാരിക്കേണ്ട കാര്യം മൂന്നാമതൊരാളോട് പറയുമ്പോൾ തന്നെ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങി. ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്ന് ഒരു TV ചാനലിലെ ഷോയിൽ വന്നിരുന്നുകൊണ്ട് ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി ഇതൊക്കെ ഇടുന്നത് കൊണ്ട് കോടിക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു പരിപാടിയിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് ശരിയാണോ? ഇവർ തമ്മിലുള്ള ബന്ധത്തെ അത് എങ്ങനെ ബാധിക്കും? എന്തുകൊണ്ട് ഈ സ്ത്രീകളൊന്നും ഇത് ചിന്തിക്കുന്നില്ല? ഈ ചാനലുകാർക്ക് ഇതിന്റെ ക്ലിപ്പുകളൊക്കെ എടുത്ത് പ്രചരിപ്പിക്കുന്നത് അവർക്കൊന്ന് വൈറലാകാൻ വേണ്ടി, അവരുടെ പരിപാടിക്ക് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അവരത് ഉപയോഗിക്കും. അത് എഡിറ്റ് ചെയ്ത് കളയാൻ പോലും ഇവരാരും തയ്യാറാകത്തില്ല. അത് അവരുടെ സ്വാർത്ഥതയാണ്. പക്ഷെ എന്തിനിങ്ങനെ അബദ്ധങ്ങൾ വിളിച്ചു പറയുന്നു? പല ഭർത്താക്കന്മാരും ഭാര്യമാരും ഇവരെക്കുറിച്ച് പുറത്തു പറയാതെ കൊണ്ട് നടക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് പുറത്തു പറഞ്ഞാൽ മറ്റൊരാൾ കേൾക്കുമ്പോൾ അതൊരു വലിയ വിഷയമായിട്ട് തോന്നില്ല, പക്ഷെ അനുഭവിക്കുന്നവർക്ക് അതൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നവുമാണ്. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളിൽ പെടുന്നതാണിത്. എപ്പോഴും സംശയം, ഭർത്താവിനെ എപ്പോഴും സംശയം. എവിടെ പോയാലും, ആരോട് സംസാരിച്ചാലും, ജോലി സ്ഥലത്ത് പോയാലൊക്കെ നിരന്തരം അങ്ങ് വിളിക്കുക. ഇപ്പോൾ കൂട്ടുകാരന്മാരുടെ അടുത്തേക്കാണ് പോകുന്നതെന്നും പറഞ്ഞ് പോയാൽ വിശ്വാസമില്ലാതെ കൂട്ടുകാരന്മാരെ വിളിച്ചു തിരക്കുക. അതിനപ്പുറം ഒരു നാണക്കേട് ആ ഭർത്താവിന് വരാനില്ല. ഒരു വിശ്വാസമാണ് തമ്മിൽ ആദ്യം വേണ്ടത്. ആ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ആ ബന്ധം അവിടെ തീർന്നു. പിന്നെ നമ്മൾ എത്ര മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചിരിച്ചു കളിച്ച് ഉല്ലസിച്ചിട്ട് ജീവിച്ചിട്ടും കാര്യമില്ല. ആ ജീവിതത്തിന് ഒരു അർത്ഥമില്ല. ആ ഒരു ദാമ്പത്യത്തിന് അർത്ഥമില്ലാത്ത ദാമ്പത്യമാണ്. അപ്പോൾ ഈ ഭർത്താക്കന്മാർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുണ്ട്. അവിടെ ചെന്നോ, ഇപ്പം എവിടാ, ആരുടെ കൂടാ, അവരുടെ കയ്യിലൊന്ന് ഫോൺ കൊടുത്തേ, എവിടെയാണെന്ന് അറിയാൻ വേണ്ടി, അത് സ്ഥിരീകരിക്കാൻ വേണ്ടി വീട്ടിനകത്ത് ഇരുന്നുകൊണ്ട് പുറത്തിറങ്ങുന്ന ആണുങ്ങളെ ഇങ്ങനെ നിയന്ത്രിക്കുന്ന സ്ത്രീകൾ കൊടുക്കുന്നത് ഒരു വല്ലാത്ത പീഡനം തന്നെയാണ്. ഇതൊന്നും പക്ഷെ പുറത്താരോടും പറയാനും പറ്റത്തില്ല. ആരോടെങ്കിലും പുരുഷന്മാർ ഈ വിവരം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കളോടാണെങ്കിലും സുഹൃത്തുക്കളോടാണെങ്കിലും ഈ വിവരം പങ്കുവെച്ചു കഴിഞ്ഞാൽ അവരാണെങ്കിലും പറയുന്നത് അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ, നിന്നോടുള്ള സ്വാർത്ഥത കൊണ്ടല്ലേ. യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയാണ് എന്നൊക്കെ പറഞ്ഞങ്ങ് ക്ലാസ് എടുക്കും. സ്വാർത്ഥതയൊക്കെ ഒരു സ്നേഹത്തിൽ വേണം. എൻ്റേതാണ് എന്നൊരു ചിന്തയുണ്ട്. എൻ്റെത് മാത്രമാണ് എന്ന ചിന്ത പാടില്ല. ചിലരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും എൻ്റെ മാത്രമല്ലേ, പിന്നെ നിൻ്റെ മാത്രമാണ്. അതെങ്ങനെ ഒരാളുടെ മാത്രമാകുന്നത്? ഒരാണിനെ കല്യാണം കഴിക്കുമ്പോൾ, ഒരു പുരുഷനെ വിവാഹം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ അയാൾ ഒരു മകനാണ്, സഹോദരനാണ്, ഒരു സുഹൃത്താണ്, ചിലപ്പോൾ കൊച്ചച്ഛനാണ്, ചിറ്റപ്പനാണ്. പല കാര്യങ്ങൾ അയാൾക്ക് വരുന്നുണ്ട്. പലതരം ബന്ധങ്ങളിൽ അയാൾ പെട്ടു നിൽക്കുകയാണ്. ഒരു പെണ്ണാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഭാര്യയാണ്, അമ്മയാണ്, മകളാണ്, സഹോദരിയാണ്, സുഹൃത്താണ്. അങ്ങനെ പല അഡ്രസ്സ് അവൾക്കും ഉണ്ട്, പല ലേബലുകൾ അവൾക്കും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണം. നിങ്ങളുടേത് മാത്രമല്ല, പക്ഷേ എക്സ്ട്രീമായിട്ട് സ്നേഹിക്കുന്നതും എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുന്നതും
തുറന്നെല്ലാം പറയുന്നതും ഇവർ തമ്മിൽ മാത്രമായിരിക്കും. ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് വെച്ചാൽ അത് എല്ലാ തരം വികാരങ്ങളും സംയോജിക്കുന്ന ഒരു ബന്ധമാണല്ലേ. ചിലപ്പോൾ മകനെ പോലെയാകും, നമ്മൾ ചിലപ്പോൾ ഒരു കുഞ്ഞിനെ പോലെ നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും, ചിലപ്പോൾ ഒരു സുഹൃത്ത്, ചിലപ്പോൾ ഒരു കൂടപ്പിറപ്പ്, ചിലപ്പോൾ അച്ഛൻ അമ്മ, ഇവരുടെയൊക്കെ സ്ഥാനത്ത് നിന്ന് പറ്റും അല്ലേ. ചിലപ്പോൾ കാമുകൻ കാമുകി, ഈ എല്ലാ ബന്ധങ്ങളും കൂടെ ഒന്നിച്ചു വരുന്നതാണ് ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കൊണ്ട് വിഷം കലക്കുന്ന ആളുകൾ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ്, വലിയൊരു ദ്രോഹമാണ്. ഇയാൾ ഇതിന് ശേഷം പുറത്തിറങ്ങുമ്പോഴാണെങ്കിലും ഇയാൾക്ക് എപ്പോഴും മനസ്സിൽ ഇത് കിടക്കും. ഈ ഒരു ഷോ കഴിഞ്ഞ് പുറത്ത് കടന്നാലും ഈ ഒരു ഷോയ്ക്ക് വേണ്ടി ഇനിയിപ്പോൾ ഭാര്യ ഒരു ഷോയ്ക്ക് വേണ്ടി പറഞ്ഞതാണെങ്കിൽ പോലും ഇയാളുടെ മനസ്സിൽ എപ്പോഴും ഒരു കല്ലുകടി ഉണ്ടായിരിക്കും. എന്നാലും അവൾ അന്ന് എന്നെ അങ്ങനെ നാണം കെടുത്തിയില്ലേ. ഭാര്യയാണെങ്കിൽ ഇത്രയും പുറത്തു പറയണമെങ്കിൽ എന്തുമാത്രം അവരുടെ ഉള്ളിലുണ്ടായിട്ടാണ്. ഭാര്യ ആര്യയെന്ന് സേവ് ചെയ്തിരിക്കുന്നു. എത്രയോ പേരങ്ങനെ ഭാര്യയെന്നും ഭർത്താവെന്നും ഒക്കെ സേവ് ചെയ്തിരിക്കുന്നു. ഹസ്ബൻഡ് വൈഫ് എന്നൊക്കെ പറഞ്ഞ എല്ലാവരും സേവ് ചെയ്തിരിക്കുന്നത്. ഹസ്ബൻഡിന് 2 നമ്പർ ഉണ്ടെങ്കിൽ ഹസ്ബൻഡ് 1 ഹസ്ബൻഡ് 2 എന്നൊക്കെ പറഞ്ഞിടും. അതിൻ്റെ അർത്ഥം ഒന്നാമത്തെ ഭർത്താവ് രണ്ടാമത്തെ ഭർത്താവ് എന്നാണോ? നമുക്ക് പെട്ടെന്നൊരു കോൾ വരുമ്പോൾ ഇന്ന ആളാണ്, നമ്മൾ ആരും നമ്പർ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന ആളുകളല്ല, ഇന്ന ആളാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പേര് സേവ് ചെയ്ത് വെക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ പലതരം ഈ ചാനലുകാരും ഒക്കെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴൊക്കെ ഇതിനൊരു പ്രാധാന്യം കൊടുത്ത് ചോദിക്കാറുണ്ട്. നിങ്ങൾ ഏത് പേരിലാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത്? അതിനെ ചൊല്ലി പിന്നെ അവിടെ ഒരു തർക്കവും വഴക്കും ഉണ്ടാവും. ഇങ്ങനെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ചെന്ന് വീഴരുത്. അങ്ങനെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളായി മാറും എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം. അതിലൊന്നും പിടിച്ച് തൂങ്ങരുത്, അതിലൊന്നും പിടിച്ച് തുടങ്ങരുത്. നമുക്ക് 100,000 പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട്. 100,000 കാര്യങ്ങൾ ചെയ്തു തീർത്താലാണ് ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുന്നത് അല്ലേ. 2 പേരുടെ കുടുംബത്തിലെയും ഒരുപാട് കാര്യങ്ങളുണ്ട്, 2 പേരുടെയും ഇഷ്ടങ്ങളുണ്ട്, ഇഷ്ടക്കേടുകളുണ്ട്, പൊരുത്തപ്പെടലുകളുണ്ട്, പൊരുത്തക്കേടുകളുണ്ട്. ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ജീവിച്ചു പോകുന്ന പോക്കാണ്. 2 സംസ്കാരങ്ങളിലുള്ള ആളുകൾ ഒന്നു ചേർന്ന് ജീവിച്ചു പോകുന്ന പോക്കാണ്. എന്തുമാത്രം പ്രശ്നങ്ങൾ തരണം ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് ഒഴിവാക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കണ്ടേ. സംശയരോഗം, ഈ ആണുങ്ങൾക്ക് സംശയരോഗം, ആണുങ്ങൾ വളരെ ടോക്സിക് ആണ് എന്ന രീതിയിലാണ് കൂടുതലും സോഷ്യൽ മീഡിയകളിലൊക്കെ ആണെങ്കിലും വീഡിയോകൾ ഇറങ്ങുന്നത്. പക്ഷേ ടോക്സിക് ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. ഭർത്താക്കന്മാരെ ഒന്ന് അനങ്ങാൻ വിടാത്ത സ്ത്രീകളെ എനിക്കറിയാം, നേരിട്ടറിയാം. കല്യാണം കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഭർത്താവ് എവിടെയെങ്കിലുമൊക്കെ പോയാൽ പുറകെ വേഷം മാറി പോകുന്ന സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് എനിക്കറിയാം. അപ്പോൾ അവരെവിടെയാണ് പോകുന്നത്? അവർക്ക് ഒരു സ്വാതന്ത്ര്യവും കൊടുക്കത്തില്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെത് മാത്രമാണ്, എന്നെ നോക്കിക്കൊണ്ട് എപ്പോഴും എൻ്റെ കൂടെ ഇരിക്കണം. ജോലിക്ക് പോകുന്ന സ്ഥലത്ത് പോലും അവരവിടെയാണ് പോകുന്നത് എന്ന വിശ്വാസമില്ല. ഏതോ ഒരു പരസ്യത്തിൽ പറഞ്ഞതുപോലെ വിശ്വാസമല്ലേ എല്ലാം, അത് തന്നെയാണ് എല്ലാം, അത് തീർന്നാൽ എല്ലാം തീർന്നു. അതുകൊണ്ട് ഭാര്യമാർ ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ സ്വാർത്ഥത കാണിക്കുമ്പോൾ അതിനൊരു നിയന്ത്രണം വെക്കണം. അങ്ങനെ തന്നെയാണ് കേട്ടോ കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാകുന്നത്. ഈ അമ്മായിയമ്മ അമ്മായിയച്ഛന് പ്രശ്നങ്ങളൊക്കെ കൂടുതലും മരുമക്കൾ മുഖേന ഉണ്ടാകുന്നതിൻ്റെ കാരണം ഈ സ്വാർത്ഥത കൂടുന്നതാണ്. അന്ന് വരെ അവരുടെ മകനായിട്ട് അവിടെ ജീവിച്ച ഒരാളുടെ ജീവിതത്തിലേക്ക് ഭാര്യ എന്ന പേരിൽ പെണ്ണവിടോട്ട് ചെന്ന് കയറുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അമ്മയെ നോക്കരുത്, അച്ഛനെ നോക്കരുത്, സഹോദരങ്ങളെ നോക്കരുത്, എന്നെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുക, എൻ്റെ കാര്യങ്ങൾ മാത്രം ചെയ്യുക. അതോടെ അവരോടുള്ള കടമകളെല്ലാം തീർന്നു എന്നാണ് നിങ്ങൾ കരുതുന്നത്. ഇപ്പൊ പെൺകുട്ടികളെ സംബന്ധിച്ച് നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനോടും അമ്മയോടും ഉള്ള കടമകൾ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുകയല്ലേ ചെയ്യുന്നത്, അങ്ങനെ തന്നെ ആ ബന്ധം കൊണ്ടുപോവുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എത്ര പ്രധാനമാണോ അത് അത്രത്തോളം തന്നെ പ്രാധാന്യമുണ്ട് ഈ പുരുഷന്മാർക്ക് അവരുടെ അച്ഛനും അമ്മയുമായിട്ട്. അവരും എല്ലാം കൂടെ ഒന്നിച്ച് ജീവിച്ച് കുറേ വർഷങ്ങൾ ഒന്നായിട്ട് ജീവിച്ച് വന്ന മനുഷ്യരാണ്. അവരുടെ ഇടയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ അവർ തമ്മിലൊരു അകലം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ആളുകളാണ് സ്ത്രീകൾ. അവർക്ക് കൂടുതൽ അടുപ്പത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി വെക്കേണ്ട ആളുകളാണ് സ്ത്രീകൾ. അവർ തന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കരുത്. ഒരു മുടിയുടെ കിട്ടിയെന്ന് പറഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് അതിൻ്റെ ഒരു കൗണ്ടർ കോട്ടയം നസീർ കൊടുത്തിട്ടുണ്ട്. ഒരു മുടിയുടെ കാര്യം പറയുന്നു, ചോറിനകത്തൊരു മുടിയുടെ കണ്ടു എന്നങ്ങനെ ഒരു ഭർത്താവ് വിളിച്ച് പറഞ്ഞാൽ ഒരു മുടിയുടെ കാര്യമല്ലേ, ഹോട്ടലിൽ ചെന്ന് വളിച്ചതും പുളിച്ചതും ഒക്കെ തിന്നുമല്ലോ, ആ മുടി അങ്ങ് മാറ്റി വെച്ചിട്ട് കഴിച്ചോ എന്ന് പറയും. അപ്പോൾ ആ മുടിയുടെ അവിടെ ഒരു പ്രശ്നമല്ല. പക്ഷേ ഭർത്താവിൻ്റെ ദേഹത്ത്, അത് ഒരു കണ്ടക്ടറാണെന്ന് പറഞ്ഞു, അയാൾ പറയുകയാണ് നിസ്സഹായനായിട്ട്, ഞാനിങ്ങനെ ബസ്സിൽ തിരക്കിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ ചിലപ്പോൾ മുടിയിഴകൾ വല്ലതും വന്ന് പറ്റിയിട്ടുണ്ടായിരിക്കും, എനിക്കത് അറിയില്ല. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ ചോദ്യം ചെയ്യുകയാണ് ആ ഭാര്യ പബ്ലിക്കായിട്ട്. അവർ അതിന് ഒട്ടും മടി കാണിക്കുന്നില്ല. എങ്ങനെ ഇത് സാധിക്കുന്നതെന്നറിയില്ല. ഞാൻ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് പങ്കുവെച്ച വീഡിയോയിൽ പറഞ്ഞതുപോലെ സ്വകാര്യതയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കേട്ടോ. നിങ്ങൾ തമ്മിൽ സംസാരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അത് 5-മതോ 6-മതോ 7-മതോ 10-മതോ എന്നല്ല, 3-മതൊരാൾ പോലും അറിഞ്ഞുകൂടാ, അറിയാൻ പാടില്ല.
ദാമ്പത്യ ബന്ധം എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ഭംഗി എവിടെ കിടക്കുന്നു, എന്തിൽ കിടക്കുന്നു എന്നുകൂടി ചിന്തിക്കുക. നമ്മൾ മറ്റൊരാൾക്ക്, നമ്മുടെ പങ്കാളിക്ക് കൃത്യമായ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ മാത്രമാണ് അവർ പൂർണ്ണമായിട്ട് നമ്മളെ സ്നേഹിക്കാൻ തയ്യാറാകുന്നത്. അവരെ കൂടുതൽ ഈ ചില ബന്ധങ്ങൾ കയ്യിൽ ഇങ്ങനെ മണൽ മുറുകെ പിടിക്കുന്നത് പോലെയാണെന്ന് പറയില്ലേ, നമ്മൾ മുറുകെ പിടിക്കും തോറും അതിങ്ങനെ ചോർന്ന് കൈയുടെ ഇടയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കും മണൽ. അതുപോലെയാണ് ഈ ബന്ധങ്ങളൊക്കെ. ഒരുപാടിട്ടങ്ങ് മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ എത്രയും പെട്ടെന്ന് കുതറി ഇതിൽ നിന്ന് രക്ഷപ്പെടാനേ, ഈ ശ്വാസം മുട്ടലിൽ നിന്ന്, വീർപ്പുമുട്ടലിൽ നിന്ന് രക്ഷപ്പെടാനേ അവർ ശ്രമിക്കുകയുള്ളൂ. അതേസമയം അവർക്ക് സന്തോഷിക്കാനും സ്വാതന്ത്ര്യത്തിനും ഉള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ, അത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും, ആ പങ്കാളി എല്ലാ കാലവും നമ്മളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കും.